LDF കോട്ടകളിൽ ആവേശം വിതറി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തിരഞ്ഞെടുപ്പ് പര്യടനം തുടരുന്നു. പേരാവൂർ, പയ്യന്നൂർ മണ്ഡലങ്ങളിലെ പൊതുയോഗങ്ങളിൽ UDF-നെയും BJP-യും ഒരുപോലെ കടന്നാക്രമിച്ചാണ് മുഖ്യമന്ത്രി സംസാരിച്ചത്. ചാവശ്ശേരിയിൽ നടന്ന പേരാവൂർ മണ്ഡലം സ്ഥാനാർത്ഥി KK ശൈലജയുടെ പ്രചാരണ യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം മുൻ UDF സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചു. 2011 മുതൽ 2016 വരെയുള്ള കാലഘട്ടം കേരളത്തിന്റെ ഇരുണ്ട യുഗമായിരുന്നുവെന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചു. ഇപ്പോ FCRA എത്ര ധൃതിപ്പെട്ടാണ്? എന്തായിരുന്നു അതിന്റെ ഉദ്ദേശം? തീർത്തും ദുരുദ്ദേശം. തങ്ങൾ ആഭ്യന്തര ശത്രുക്കളായി കാണുന്ന മറ്റൊരു വിഭാഗം, ആ വിഭാഗത്തെ കൈയോടെ പിടികൂടുക, സ്ഥാപനങ്ങൾ കൈയടക്കുക. നമ്മളൊരു ജനാധിപത്യ വ്യവസ്ഥയുടെ രാഷ്ട്രമല്ലേ, അതിനുതകുന്ന സമീപനമല്ലേ എടുക്കേണ്ടത്? അതാണോ ഇവിടെ നടക്കുന്നത്? ഒരു സ്ഥാപനം കണക്ക് കൊടുക്കാൻ വൈകിപ്പോയാൽ ഉടനെ സ്ഥാപനം കൈയടക്കുകയാണ്. ഇതാണോ ശരി? നമ്മുടെ നാട്ടിൽ അശരണർക്ക്, നിരാലംബർക്ക് വലിയ തോതിൽ താങ്ങും തണലുമാകുന്ന ഒട്ടേറെ സ്ഥാപനങ്ങളുണ്ട്. ആ സ്ഥാപനങ്ങളൊന്നും നടത്തുന്നതിന് ഗവൺമെന്റ് കാശ് കൊടുക്കുന്നില്ല. അതിനാവശ്യമായ ഫണ്ട് അവർ കണ്ടെത്തുന്നത് അവരുടെ ആളുകൾ തന്നെ ജോലിയെടുത്ത് നൽകുന്ന സംഭാവനയിലൂടെയാണ്. നല്ല ചാരിറ്റി പ്രവർത്തനം നടക്കുമ്പോൾ ആ നല്ല കാര്യത്തിന് സംഭാവന ചെയ്യാൻ ആളുകൾ തയ്യാറാകും. അതിനെ മറ്റൊരു കണ്ണിൽ കാണുകയാണ്, അത് പിടിച്ചടക്കാൻ ശ്രമിക്കുകയാണ്. നാട്ടിലെ, രാജ്യത്തെ ക്രൈസ്തവ സമൂഹ മേധാവികൾ ഒന്നടങ്കം അതിനെ ചോദ്യം ചെയ്തില്ലേ? തങ്ങൾ ആ നടപടി സ്വീകരിക്കില്ല എന്ന് പറഞ്ഞോ? ഇപ്പോഴും ആ നടപടിയിൽ തന്നെയാണ് കേന്ദ്ര ഗവൺമെന്റ് നിൽക്കുന്നത്. ശക്തമായ നിലപാടാണ് ഞങ്ങൾക്കതിലുള്ളത്. ഇത് പിൻവലിക്കണം. ഇതുമായി ബന്ധപ്പെട്ട ഒരു നടപടിയും സ്വീകരിക്കാൻ പാടില്ല. ഇവിടെയും കാണേണ്ട കാര്യം, ഇതിന്റെ തുടക്കത്തില് ഒരു പങ്ക് കോൺഗ്രസിന് കാണാൻ കഴിയും. കോൺഗ്രസ്സാണ് ഈ പറയുന്ന ആദ്യ നിയമം കൊണ്ടുവരുന്നത്. അന്നവരൊരു കാര്യം ചെയ്തു, മറ്റെല്ലാരെയും അതിന്റെ പരിധിയിൽപ്പെടുത്തി, RSSനെ പരിധിയിൽപ്പെടുത്തിയില്ല. ആ ഉപകാരം കോൺഗ്രസ് ചെയ്തു കൊടുത്തു. ഇപ്പോ BJP-യുടെ കാലം, കോൺഗ്രസ് പാസാക്കിയ നിയമം വെച്ചുകൊണ്ട് തീവ്രമായി ഈ വിഭാഗത്തെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു. ഇവിടെയാണ് LDF വേറിട്ട് നിൽക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, ഞങ്ങൾ ജനങ്ങളോടൊപ്പം ചേർന്നാണ് മുന്നോട്ട് പോയത്. എല്ലാ ഘട്ടത്തിലും ജനങ്ങളെയാണ് ഞങ്ങൾ വിശ്വസിച്ചത്, ജനങ്ങൾ ഞങ്ങളെയും വിശ്വസിച്ചു. ഈ തെരഞ്ഞെടുപ്പിലും ഞങ്ങൾ ആ വഴി തന്നെയാണ് സ്വീകരിച്ചത്. ഒരാശങ്കയും സംശയവും ഞങ്ങൾക്കില്ല. ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ഞങ്ങളോടൊപ്പമുണ്ട്. നാട് മുഴുവൻ നിരാശ ബാധിച്ച കാലമായിരുന്നു അത്. വികസനം പാടെ സ്തംഭിച്ചു. മര്യാദയ്ക്ക് നടക്കാൻ പറ്റുന്ന റോഡുകൾ പോലും അന്നുണ്ടായിരുന്നില്ല. ദേശീയപാത വികസനം പോലും നേരാവണ്ണം നടപ്പിലാക്കാൻ അന്നത്തെ സർക്കാരിന് സാധിച്ചില്ലെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന FCRA ഭേദഗതിക്ക് പിന്നിൽ തീർത്തും ദുരുദ്ദേശമാണുള്ളതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഈ നിയമം പിൻവലിക്കണമെന്നതാണ് ഇടതുപക്ഷത്തിന്റെ കൃത്യമായ നിലപാട്. ന്യൂനപക്ഷങ്ങളെയും സന്നദ്ധ സംഘടനകളെയും വേട്ടയാടാനാണ് കേന്ദ്ര നീക്കം. ഈ നിയമത്തിന്റെ ആദ്യഘട്ടം കൊണ്ടുവന്നത് കോൺഗ്രസ് ആണെന്ന വസ്തുത മറക്കരുത്. BJP-യും കോൺഗ്രസും ഒരേ നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ് എന്നതിന് ഇതിനും വലിയ തെളിവ് വേണ്ടെന്നും അദ്ദേഹം ചാവശ്ശേരിയിൽ പറഞ്ഞു. തുടർന്ന് പയ്യന്നൂർ പോലീസ് മൈതാനത്തിൽ നടന്ന TI മധുസൂദന്റെ തിരഞ്ഞെടുപ്പ് പൊതുയോഗത്തിലും മുഖ്യമന്ത്രി ആവേശം പകർന്നു. പയ്യന്നൂരിന്റെ വിപ്ലവ വീരത്തെക്കുറിച്ച് തനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയേണ്ടതില്ലെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. രക്തസാക്ഷികളുടെ ചോര വീണ മണ്ണാണ് പയ്യന്നൂർ. ഈ മണ്ണ് വെറുതെ ഒരു ഇടതുപക്ഷ കോട്ടയായതല്ല. കണിശത പാലിച്ച മഹാത്മാരായ നേതാക്കളുടെ പാരമ്പര്യമാണ് ഈ മണ്ണിനുള്ളതെന്ന് അദ്ദേഹം വൈകാരികമായി പറഞ്ഞു. കയ്യിൽ ഒരു ചില്ലിക്കാശുണ്ടെങ്കിൽ അത് പാർട്ടിക്ക് വേണ്ടി വിനിയോഗിക്കുന്ന ആദർശശുദ്ധിയുള്ള നേതാക്കളുടെ നാടാണിത്. വലിയ പ്രതിസന്ധികളിൽ പാറ പോലെ പാർട്ടിക്കൊപ്പം ഉറച്ചുനിന്ന ചരിത്രമാണ് ഇവിടുത്തുകാർക്കുള്ളത്.
ഈ മണ്ണിൽ ആര് എതിര് വന്നാലും ഒരു ചുക്കും സംഭവിക്കില്ലെന്ന് പിണറായി വിജയൻ പ്രഖ്യാപിച്ചു. പയ്യന്നൂരിന്റെ പവിത്രത സംരക്ഷിക്കാൻ TI മധുസൂദനെ വൻ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. മഹാത്മാരുടെ നേതൃത്വത്തിൽ പാർട്ടി വളർന്ന ഈ മണ്ണിലെ കരുത്തുറ്റ കോട്ടയെ തകർക്കാൻ ആര് ശ്രമിച്ചാലും നടക്കില്ല. ഈ പവിത്രമായ മണ്ണിനെ കളങ്കപ്പെടുത്താൻ ആരെയും അനുവദിക്കില്ലെന്ന് മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. പി ബാലൻ അധ്യക്ഷനായ ചടങ്ങിൽ പയ്യന്നൂർ മണ്ഡലത്തിലെ വികസന നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടിയാണ് പ്രചാരണം കൊഴുപ്പിച്ചത്. കഴിഞ്ഞ 5 വർഷത്തിനിടെ 1300 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് മണ്ഡലത്തിൽ നടന്നത്. TI മധുസൂദനൻ നിയമസഭയിൽ നടത്തിയ ഇടപെടലുകളും വികസന രേഖകളും ഉൾപ്പെടുത്തിയ വെബ്സൈറ്റ് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ പ്രകാശനം ചെയ്തു. വികസന തുടർച്ചയ്ക്ക് ഇടതുപക്ഷം അനിവാര്യമാണെന്ന സന്ദേശമാണ് മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിലുടനീളം നിഴലിച്ചത്. കേന്ദ്ര അവഗണനയ്ക്കെതിരെ കേരളം നടത്തുന്ന പോരാട്ടത്തിൽ പയ്യന്നൂർ കരുത്തു പകരുമെന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതി, ജില്ലാ സെക്രട്ടറി KK രാകേഷ് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. സ്ഥാനാർത്ഥി TI മധുസൂദനൻ താൻ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ വിശദീകരിച്ചു. C സത്യപാലൻ, P സന്തോഷ, P ശശിധരൻ, സരീൻ ശശി തുടങ്ങിയ പ്രമുഖ നേതാക്കളും യോഗത്തിൽ പങ്കെടുത്തു. വലിയ ജനപങ്കാളിത്തമാണ് മുഖ്യമന്ത്രിയുടെ പര്യടനത്തിലുടനീളം ദൃശ്യമായത്. KV ബാബു, ജോയിസ് പുത്തൻപുര, PP ദിവാകരൻ എന്നിവർ വികസന വെബ്സൈറ്റിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിച്ചു. ഡിജിറ്റൽ യുഗത്തിൽ ജനങ്ങളിലേക്ക് വികസനം എത്തിക്കാൻ വെബ്സൈറ്റ് സഹായിക്കുമെന്ന് അവർ പറഞ്ഞു. PV ദാസൻ, P ജയൻ, ഇക്ബാൽ പോപ്പുലർ തുടങ്ങിയവരും വേദിയിൽ സന്നിഹിതരായിരുന്നു. പയ്യന്നൂരിലെ ഓരോ വോട്ടും വികസനത്തിലുള്ള അംഗീകാരമാകുമെന്ന് നേതാക്കൾ പറഞ്ഞു. OT സുജേഷ്, ജോസ് മാത്യു, അസൈനാർ അറവഞ്ചാൽ എന്നിവരും തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ഏകോപനത്തിന് നേതൃത്വം നൽകി. വരും ദിവസങ്ങളിൽ പ്രചാരണം കൂടുതൽ ഊർജിതമാക്കാൻ LDF തീരുമാനിച്ചു. ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നുവെന്ന പ്രതിപക്ഷ ആരോപണങ്ങളെ വികസന കണക്കുകൾ നിരത്തിയാണ് മുഖ്യമന്ത്രിയും സംഘവും പ്രതിരോധിച്ചത്. കേരളത്തിന്റെ മുഖച്ഛായ മാറ്റിയ LDF സർക്കാർ തുടരുമെന്ന് അദ്ദേഹം ആവർത്തിച്ചു. ചുവപ്പ് സേനയുടെ കരുത്തും വികസനത്തിന്റെ തിളക്കവും പയ്യന്നൂരിലും പേരാവൂരിലും പ്രതിഫലിക്കുമെന്ന ആത്മവിശ്വാസത്തോടെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മടങ്ങിയത്. തിരഞ്ഞെടുപ്പ് ചൂട് ഇതോടെ കണ്ണൂരിൽ കൊടുമുടിയിലെത്തി.